നമസ്കാരം. ഗുജറാത്തിലെ മെഹസാനയിലെ ഖേരാലുവിൽ ശ്രീരാമ ഘോഷയാത്രയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് ശേഷം ഇപ്പോൾ വഡോദരയിലെ പദ്ര ജില്ലയിലെ ഭോജ് ഗ്രാമത്തിലും സമാന സംഭവം ഉണ്ടായിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. ശ്രീരാമ ഘോഷയാത്ര കടന്നു പോയപ്പോഴാണ് അപ്രതീക്ഷിതമായി വലിയ കല്ലേർ ഉണ്ടായിരിക്കുന്നത്. സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഈ കല്ലേറിൽ പരിക്കേറ്റിട്ടുമുണ്ട്. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ശ്രീരാമലല്ലയുടെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം ഗ്രാമങ്ങൾ തോറും വലിയ ഘോഷയാത്രകൾ സംഘടിപ്പിക്കാൻ ഹൈന്ദവ സംഘടനകൾ രംഗത്ത് വന്നിരുന്നു. എന്തായാലും ഈ ഘോഷയാത്ര ഒരു മസ്ജിദിന് സമീപം എത്തിയപ്പോഴാണ് കല്ലേർ ഉണ്ടായത് എന്നുകൂടി പറയപ്പെടുന്നുണ്ട്. ഹിന്ദു ഏകതാ സംഘടനയാണ് റാലി സംഘടിപ്പിച്ചതെന്ന് പോലീസും പറയുന്നു. നിലവിൽ അനിഷ്ട സംഭവങ്ങൾ ഇനിയും ഉണ്ടാകാതിരിക്കാൻ അവിടെ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുമുണ്ട്. കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. എന്തായാലും 24 മണിക്കൂർ മുൻപാണ് ഖേരാലുവിലെ രാംയാത്രയിൽ കല്ലേർ ഉണ്ടായത്. അവിടെ മുസ്ലിം പ്രദേശത്ത് കൂടി കടന്നു പോകവെയാണ് ഈ ഒരു റാലിക്കെതിരെ കല്ലേർ ഉണ്ടായത് എന്ന് ദേശീയ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടുകൂടി റിപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. ആ സംഭവത്തിൽ 32 പേർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യുകയും 15ഓളം ആളുകളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർ മുൻകൂട്ടി തന്നെ ആസൂത്രണം ചെയ്ത ഒരു ഗൂഢാലോചനയുടെ ഭാഗമായാണ് ഇത്തരത്തിൽ കല്ലേർ നടത്തിയതെന്നുകൂടി പോലീസ് പറയുന്നുണ്ട്. അങ്ങനെ ഗുജറാത്തിൽ തന്നെ 2 അനിഷ്ട സംഭവങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. പ്രത്യേകിച്ചും ഈ രാമ ഘോഷയാത്രയ്ക്ക് നേരെ ഉണ്ടായ കല്ലേർ തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ശ്രീരാമ ജന്മഭൂമിയിൽ ഉയർന്ന അയോധ്യയിലെ ആ ക്ഷേത്രത്തോട് എങ്ങനെയാണോ ഹൈന്ദവ സംഘടനകളൊക്കെ അതിനെ സ്വീകരിക്കുന്നത്, അത്ര കണ്ട് എതിർപ്പ് മറ്റേതോ ഒരു വിഭാഗത്തിനുണ്ട് എന്ന് തന്നെ വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള അക്രമ സംഭവങ്ങൾ നിരന്തരമായി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടുമിരിക്കുന്നത്. എന്തായാലും ഈ ശ്രീരാമ ഘോഷയാത്രയ്ക്കെതിരെ ഉണ്ടായ വ്യാപകമായ ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കൂടുതൽ സമര പരിപാടികളിലേക്ക് കടക്കുകയാണ് നിരവധി ഹൈന്ദവ സംഘടനകൾ. ന്യൂസ് ഡെസ്ക് മലയാളം.